ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിലെ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്സുകളാണ് നമ്മൾ തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്സുകൾ. ഈ ടിപ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിച്ചു വെക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയിലേക്കാണ് എത്തേണ്ടത്. ആ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഏത് ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിട്ട് മാറണം. ഇപ്പോൾ IAS പരീക്ഷയാണ് പാസ്സാവേണ്ടതെങ്കിൽ IAS എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ലക്ഷ്യം ആദ്യം ക്രോഡീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ നമുക്ക് LDC വേണോ, LPSA വേണോ, HSA വേണോ, ഏതാണോ നമ്മൾക്ക് ആവശ്യമുള്ള ജോലി എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ ആദ്യം തീരുമാനിക്കുക. ലക്ഷ്യം തീരുമാനിച്ചാൽ മാത്രം പോരാ, അതിലേക്കുള്ള യാത്രകൾ കൂടി നമ്മൾ കൃത്യമായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് എത്തേണ്ട ഒരു സർവീസ് എന്ന് പറയുന്നത് LPSA എന്ന് പറയുന്ന ഒരു സർവീസാണ്. അപ്പോൾ LPSAയിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട് അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടാതെ മറ്റ് പല റാങ്ക് ലിസ്റ്റിൽ വന്നാലും അതൊന്നും എനിക്ക് സംതൃപ്തരാകാൻ കഴിഞ്ഞില്ല. നമ്മൾ ആകെ പ്രതീക്ഷിച്ച ഒരു കാര്യം LPSA എന്ന് മാത്രമാണ്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവേണ്ട എക്സാം ഏതാണ് എന്നുള്ളത് ആദ്യം കൃത്യമായിട്ട് ഒരു ഗോള് നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കുക. അതിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സഞ്ചരിക്കേണ്ടത്. അതിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും, എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ആ സർവീസിലേക്ക് എത്താൻ വേണ്ടി ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു കൃത്യമായിട്ടുള്ള ഗോള് തയ്യാറാക്കുക. അതിപ്പോൾ LPSA ആണെങ്കിലും UPSC ആണെങ്കിലും IAS ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഏത് ഫീൽഡ് ആണെങ്കിലും നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു ഗോളാണ്. ആദ്യം ഗോളൊന്ന് കൃത്യമായിട്ട് തയ്യാറാക്കുക. അപ്പം നമ്മൾ കുട്ടികളോട് പറയും, എൻ്റെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളോട് നിങ്ങൾ ഡോക്ടർ ആവൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വക്കീലാവാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യൂ, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കൂ എന്നുള്ള ആ കുട്ടികളോട് ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് അവർക്ക് എന്താവണം എന്നുള്ളതാണ്. അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ള ആ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കണം അവരുടെ ജീവിതം കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരായിരിക്കും അടുത്ത ഏറ്റവും വലിയ വിജയി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ലക്ഷ്യം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത സാധനം വേണ്ടത് നമുക്കൊരു കൃത്യമായിട്ടൊരു ക്ഷമ ആവശ്യമാണ്. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ വിജയം വരെയും നമ്മൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ നമുക്ക് വേണം. ഇപ്പോൾ പല ആളുകളും ചെയ്യുന്നത് കുറച്ച് ദിവസം ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചു, അടുത്ത കുറച്ച് ദിവസം മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, മറ്റു കുറച്ച് അടുത്ത് വരുമ്പോൾ വീണ്ടും ഇത് രണ്ടും വിട്ട് മൂന്നാമത്തെ ഒരു മേഖലയ്ക്ക് പോകും. ഏത് വിജയത്തിലേക്കാണോ നമുക്ക് എത്തേണ്ടത് ആ വിജയത്തിലേക്ക് എത്തി ഞാൻ റിസൾട്ടിൽ വളരെ വലിയ വിജയം നേടുന്ന ആ നിമിഷം വരെയും നമ്മൾ ആ ഒരു ക്ഷമയോടുകൂടി നമ്മുടെ ഗോളിലേക്ക് കൃത്യമായിട്ട് അങ്ങ് ഫോളോ ചെയ്ത് പോകൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ കഴിയുന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അതിനോടുള്ള ആ ഒരു ഗോളിലേക്കുള്ള ആഗ്രഹം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസ് LD ക്ലർക്കാണ് വിചാരിക്കുക, LD ക്ലർക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമുക്ക് വളരെയധികം വേണം. എൻ്റെ താല്പര്യം LD ക്ലർക്കാണ്. LD ക്ലർക്കിലേക്ക് ആവണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, LD ക്ലർക്ക് ആയ ആളുകൾ എന്തൊക്കെയാണോ ചെയ്തു നോക്കിയത് ആ കാര്യങ്ങളിലേക്ക് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കേസ് എന്ന് പറയുന്നത്. കൃത്യമായി കടന്ന് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വിജയം നേടുന്ന ആ നിമിഷം വരെയും ആ ആഗ്രഹം നിലനിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പല ആളുകളുടെ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളാണ്.
ഇപ്പോൾ നമ്മുടെ ഗോൾ ഒന്നായിരിക്കും, പക്ഷേ എന്നിരുന്നാൽ എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റേത് നേടണം, അപ്പുറത്ത് വേറൊരു കാര്യമായിരിക്കും നേടണം പ്രതീക്ഷിക്കുക. പക്ഷേ ഇതിൽ എല്ലാത്തിനും കൂടി തലയിട്ടുകൊണ്ട് എവിടെയും എത്താതായി പോകുന്നു ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ ആഗ്രഹം നമ്മുടെ ഗോളിലേക്കായിരിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് ആയിരിക്കണം, നമ്മുടെ സക്സസ്സിലേക്ക് ആയിരിക്കണം നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രയത്നം മുന്നോട്ട് പോവേണ്ടത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്ഥിരതയാണ്. ഈ സ്ഥിരത എന്ന് പറയുന്നത് നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നം ആരംഭിച്ചു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് രാവിലെ 5 മണിക്ക് എണീറ്റ് പഠനം ആരംഭിച്ചു, അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റ് പഠനം ആരംഭിച്ചു. ഒരു 10 ദിവസം നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായി പഠിച്ചു പോയിട്ടാണ് 11ാമത്തെ ദിവസം ആകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മടി വന്നതിന് പറഞ്ഞാലാണ് നമ്മുടെ ജീവിതം പുറകിലേക്ക് പോകുന്നത്. ആദ്യം നമുക്ക് അവിടെ ഒരു സ്ഥിരത വേണം. ഒരു കാര്യം ഒരു ദിവസമല്ല ചെയ്യേണ്ടത്, തുടർച്ചയായിട്ട് വരുന്ന എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഗോളിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ഒരു സ്ഥിരതയോടുകൂടി തന്നെ ചെയ്യുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഗോളിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയും തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഏത് വിജയത്തിലേക്ക് എത്തണമെങ്കിലും, ഏത് ബിസിനസ് നടക്കണമെങ്കിലും, അതല്ലെങ്കിൽ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും, എന്ത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് വേണം? ഒരു സ്ഥിരത വേണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒരു തുടർച്ച നമുക്ക് കൃത്യമായിട്ട് വേണം. ഒരു ദിവസം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂറാണ് മാറ്റിവെക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും അതുപോലെ തന്നെ 4 മണിക്കൂർ അതിലേക്ക് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ ചെയ്തതിന് വേണം തീർച്ചയായിട്ടും നമ്മുടെ ഒന്നാമത്തെ പോയിന്റായ നമ്മുടെ ഗോളിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ എയിമിലേക്ക് നമുക്ക് എത്താൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് പ്രത്യേകത. അവസാനത്തെ പോയിന്റായിട്ട് നമുക്ക് വരുന്നത് റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ ഒരു സർവീസിൽ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ PSC പരീക്ഷ ആയിക്കോട്ടെ, LPSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, HSC ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷ ആയിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, ഏത് ഫീൽഡിലേക്കാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ളൊരു റിവിഷൻ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു, മാസങ്ങളോളം കൃത്യമായിട്ട് ഡെയിലി ഒരു 4 മണിക്കൂർ മാറ്റിവെച്ച് കൃത്യമായിട്ട് പഠിച്ചു. ഓരോ ഭാഗങ്ങളും നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി. പക്ഷേ നമ്മൾ അതിൻ്റെ റിവിഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും അതുകൂടി പരാജയത്തിലേക്ക് എത്താൻ ഒരു കാരണമായിരിക്കും ഉള്ളതാണ്. കാരണം കഴിഞ്ഞ പരീക്ഷകളിൽ എങ്ങനെയാണ് എക്സാമുകൾ നടന്നത്, എങ്ങനെയായിരിക്കും ഇനി അടുത്ത പരീക്ഷകൾ ഉണ്ടാവുക, ആ പരീക്ഷകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക, പഠിച്ച എല്ലാ മേഖലകളും ഉറപ്പായി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിലേക്ക് ഉറപ്പായിട്ടും എത്താൻ കഴിയും. ഇതൊക്കെ ഈ 5 പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ടിപ്പ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ പഠിച്ച രീതികളാണ് ഞാൻ ഈ ടിപ്പിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ പഠിച്ചത് എൻ്റെ ചുറ്റുപാടിൽ നിന്നാണ് എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്ന വരെ എല്ലാ നിമിഷവും നടക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ രാവിലെ എണീറ്റു, ആദ്യം ബ്രഷിൽ നമ്മൾ പേസ്റ്റ് എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പല്ലിലേക്ക് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള ഭാഗം ഏതാണ്? അത് പല്ലിലെ ഇനാമലാണ് അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു കപ്പ് ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് ചായയുമായിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ചായയുടെ pH മൂല്യം എത്രയാണ്, ചായയിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെ pH മൂല്യം എത്രയാണ്, ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്, സംസ്ഥാനം ഏതാണ്, രാജ്യം ഏതാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയത്തിലേക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ കുറേ ചോദ്യങ്ങൾ ഈ ദോശയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. നല്ല ദോശ നല്ല റൗണ്ടിൽ നല്ല നൈസിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേണ്ട അതൊരു വൃത്തമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുകയാണെങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള
വഴി എന്താണ്, അതിലെ ഒരു പരപ്പളവ് കാണാനുള്ള വഴി ഏതാണ്, നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് കഴിക്കുന്നതെങ്കിൽ അർദ്ധഗോളമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. മാത്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പുറത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ വാഹനത്തിൽ കയറി, കാറാണെങ്കിൽ കാർ ആദ്യം കണ്ടുപിടിച്ച വ്യക്തി ആരാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോൺ ആദ്യം കണ്ടുപിടിച്ചത് ആരാണ്, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചോദ്യം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കൂടി ഞാൻ നേരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. താങ്ക്